ഇങ്ങനൊരു പത്രവും ഇങ്ങനൊരു പ്രസിഡന്റും ഇങ്ങനെ സംഘടനാപരമായിട്ടുള്ള പുതിയ ഒരു വളർച്ചയും ഒരു പുരോഗതിയും ഇതിനൊരു ജനകീയതയൊക്കെ ഉണ്ടായ സമയത്ത് സമസ്ത എത്രത്തോളം പോകണ്ട. ഇതാണ് ഇപ്പോഴത്തെ പോളിസി. സമസ്ത എത്രത്തോളം വേണ്ട, സമസ്ത എത്രത്തോളം പിരിവ് നടത്തണ്ട, സമസ്ത എത്രത്തോളം പത്രത്തിന് വരിക്കാർ ചേർക്കണ്ട, സമസ്ത ഈ മദ്രസയിൽ ഇത്രത്തോളം ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില തിട്ടൂരവുമായിട്ട് ചില ആളുകൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് ഒരു അപകടത്തിന്റെ സൂചനയാണ്. ആർക്ക്? സമസ്തക്ക് അപകടത്തിന്റെ സൂചന അല്ല, ഈ തിട്ടൂരവുമായി വരുന്നവർക്കുള്ള അപകട സൂചനയാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരു വേണ്ടാത്തരം ചെയ്തിട്ടില്ല, ആർക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിന്റെ ഭരണഘടനയിലെ 1ഉം 2ഉം വകുപ്പുണ്ട്. ഒന്നാമത്തെ വകുപ്പ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക. രണ്ടാമത്തെ വകുപ്പ് ആ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കെതിരായി വരുന്ന ആശയങ്ങളെ നിയമവിധേയമായിട്ട് പ്രതിരോധിക്കുക. അതിനുശേഷം മദ്രസയും പള്ളിയും ദിവസമൊക്കെ ഉള്ളൂ. ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശ പ്രസ്ഥാനം അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വളരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ രീതിയിൽ അതിൻ്റെ സ്ഥാപനങ്ങളെ, മദ്രസകളെ, മഹല്ലുകളെ, സംവിധാനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തടസ്സം നിൽക്കാനും അവിടെ കൂലിട്ടളക്കാനും അവിടെ ഭിന്നിപ്പുണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമത്തെ വളരെ കൃത്യമായി പ്രതിരോധിച്ചേ മതിയാകൂ. അത് പ്രതിരോധിക്കാനുള്ള ശേഷി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കുണ്ട് താൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ നീക്കങ്ങളിലേക്ക് ആരും വരരുത് എന്നാണ് സ്നേഹബുദ്ധിയ പറയാനുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ തഹിയയുടെ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിച്ച് 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾ നൽകുന്ന പണത്തിൽ നിന്ന് അതിന് വീതം വെച്ചുകൊണ്ട് ഓരോ പദ്ധതികളും വളരെ സമർത്ഥമായി ഈ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു പദ്ധതി സമുദായത്തോട് പ്രഖ്യാപിച്ചു. വളരെ സുതാര്യമായ രീതിയിൽ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങനെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ഈ പദ്ധതികൾ ആരുടെ മുമ്പിലാണ് സമർപ്പിക്കാറുള്ളത്? നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ മുമ്പിൽ പറയും, മദ്രസ കമ്മിറ്റിയുടെ മുമ്പിൽ പറയും, സംഘടനാ പ്രവർത്തകരുടെ മുമ്പിൽ പറയും. ആ സംഘടനാ പ്രവർത്തകരൊക്കെ അത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുക്കും. കൈത്താങ് ഫണ്ട് കലക്ഷൻ 4-5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഫണ്ട് കലക്ഷൻ നടത്തിയതിന്റെ തുക ഏതെല്ലാം പദ്ധതിയിലേക്ക്, ഏതെല്ലാം രീതിയിൽ, എത്ര തോതിൽ അത് അവതരിപ്പിച്ചു എന്ന് പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് സുപ്രഭാതം പത്രത്തിൽ ചിത്രസഹിതം വിശദമായി പ്രസിദ്ധീകരിക്കും. ഒന്നും മറച്ചുവെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ ഇത്രയും സുതാര്യമായി നാട്ടിൽ ദീനീ പ്രവർത്തനം നടത്തുന്ന, ദീനീ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇത്തരം ഒരു ഫണ്ട് ശേഖരണവുമായിട്ട് വന്ന സമയത്ത് ഓരോരുത്തരും പറയാണ്, ഈ മദ്രസയിലെ മുഅല്ലിങ്ങളെ വിളിച്ചിട്ട് ഇവിടെ അത് ഞാൻ പറയാം, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. മഹല്ലിലെ ഖത്തീബിനെ വിളിച്ചിട്ട് പറയാണ്, അത് പള്ളി പറയാൻ സമയമായിട്ടില്ല, ഞാൻ പറയാം. ഇതേപോലെയുള്ള ചില മുടക്കലുകളും ഇത്തരം പദ്ധതികളൊക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നുവരെ ഏതെല്ലാം പദ്ധതികളും സംരംഭങ്ങളും സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അത് സമുദായം ഏറ്റെടുത്ത ചരിത്രം മാത്രമേ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് തഹിയ പദ്ധതിയിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെച്ച പദ്ധതിയും സമുദായം ഏറ്റെടുക്കും. പക്ഷേ അപ്പോ ഈ മുടക്കാൻ നടന്ന ആളുകൾ വിരലെടുക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇപ്പൊ സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ വന്നാൽ വളരെ രസകരമായ സംഗതിയാണ്. ദേശാഭിമാനിന്റെ ക്യാമ്പയിൻ വന്നാൽ ഒരു ലീഗുകാരനും മുടക്കാൻ പോകാറില്ല. ചന്ദ്രികയുടെ ക്യാമ്പയിൻ വന്നാൽ ഒരു CPM-കാരനും മുടക്കാൻ പോകാറില്ല. ഏത് പാർട്ടിയുടെ ക്യാമ്പയിൻ, സിറാജിന്റെ ക്യാമ്പയിൻ വന്നാൽ നമ്മളാണല്ലോ പോലെ എതിർഭാഗത്തുള്ളത്, നമ്മൾ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല. നമ്മളെ ക്യാമ്പയിൻ വന്നാൽ അവരും വരാറില്ല. ഏത് പത്രത്തിനും ആ പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരതിന്റെ വഴിയെ പോയിട്ട് അതിന്റെ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ സുപ്രഭാതം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രസമാണ്. അതിന്റെ വരിക്കാരെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, എന്നിട്ട് മുടക്കുക. ഈ നാട്ടിലുണ്ട് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു പണിയില്ലാതെ ഷുഗറും പ്രഷറും ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ കല്യാണം മുടക്കാനുള്ള പരിപാടിയുണ്ട്. ഇതിന് സമാനമായ റോഡിലേക്ക് ചില ആളുകൾ ഇറങ്ങുകയാണ്. കാരണം ഇവർക്ക് വേറൊരു പണി ഉണ്ടാവില്ല. മക്കളൊക്കെ ഗൾഫിലായിരിക്കും, വരുമാനമൊക്കെ ഉണ്ടാകും, അങ്ങനെ നിസ്കാരം നോമ്പും കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ
പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഒന്നിങ്ങനെ അങ്ങാടിയിൽ വന്നിട്ട് അവിടെ ഒരു കാലി ചായ കുടിച്ചിട്ട് കുറച്ച് കടയിലിരിക്കും. പിന്നെ വൈകുന്നേരം ഇറങ്ങും. ഈ 2 സമയത്തും പരിപാടി എന്താ വെച്ചാൽ ആരെങ്കിലും ഒരു കാക്ക ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവിടെ ബൈക്ക് വന്ന് നിർത്തിയിരിക്കും. ഇവിടെ എന്നെ വീട്ടിൽ ഇങ്ങനെ പെണ്ണുണ്ടല്ലോ, ഒന്ന് കല്യാണം, വളരെ മോശം, നിങ്ങളെ വയ്ക്ക് പോകണ്ട, തിരിച്ചു വയ്ക്കുമോ എന്ന് പറയും. ഇങ്ങനെ കല്യാണം മുടക്കാനായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് നാട്ടിൽ. ഇതേ റോളിലാണ് വലിയ വലിയ കാരണവന്മാർ, പൗരപ്രമുഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളയും വെള്ളിയിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോൾ പണി. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതൊക്കെ നാശത്തിലേക്കുള്ള തുടക്കമാണ്. ഇതുകൊണ്ടൊന്നും സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് ഒരു നഷ്ടവും വരാൻ പോടില്ല. ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ സ്വയം കുഴി തോണ്ടുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് സമസ്തയുടെ മുമ്പിലുള്ള വഴി തടസ്സങ്ങളെ കൃത്യമായിട്ട് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. അനാവശ്യമായിട്ട് ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും വേണ്ടി ശ്രമം നടക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് ബോധപൂർവ്വം നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ട ആളുകളുണ്ടാകും. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളോ ആയിക്കൊന്ന് ഒരു 3-ാം കക്ഷിയിലുണ്ടാവാം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാനും വിഭാഗീയത ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പരം നടത്തുന്നുണ്ടാകും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രചരണമൊക്കെ ശരിയാണ് എന്ന രീതിയിലേക്ക് വിശ്വസിച്ചു പോകാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ശരിതെറ്റുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ട് ശ്രമങ്ങൾ നടത്തും. സമസ്ത കേരള ജമിയത്തിലും ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ആര് ശ്രമിച്ചാലും ഒരു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും പിന്തുണ കൊടുക്കൂല. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും സമസ്ത ഒരിക്കലും പിന്തുണ കൊടുക്കൂല. നമുക്കറിയാം 1980-കളിൽ ശരീഅത്ത് വിവാദ കാലത്ത് എല്ലാ മതസംഘടനകളും ഒരുമിച്ചിരിക്കുന്നതിൽ വലിയ റോള് വഹിച്ചത് സമസ്ത കേരള ജമിയത്തുലമയല്ലേ, ശംസുലമയായിരുന്നില്ലേ? ശരീഅത്ത് വിവാദക്കാലത്ത് ഇവിടുത്തെ ജമാഅത്തും മുജാഹിദും തബ്ലീഗും എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതുപ്രശ്നങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകണമെന്ന ഒരു ഫോർമുല അവതരിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ആ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത മഹാനായ ശംസുലമയായിരുന്നു. ഒരിക്കലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോകൂല. സമസ്ത കേരള ജമിയത്തുലമ സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുന്ന, ഒരുമിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനം. പക്ഷേ അതിൻ്റെ ആദർശം വളരെ പ്രധാനമാണ്. ആ ആദർശത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ആ ആദർശത്തിന്റെ സംരക്ഷണം സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ പരമപ്രധാനമാണ്. ആ ആദർശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും, മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകളെയും പുറത്തുള്ള ആളുകളെയും, മതജാതി വ്യത്യാസമന്യേ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും സമാധാനവും സൗഹൃദവും സഹവർത്തിത്വവും നിലനിർത്താൻ ആവശ്യമായിട്ട് ശ്രമങ്ങളാണ് സമസ്ത കേരള ജമിയത്തുലമ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അപ്പൊ സമസ്ത കേരള ജമിയത്തിൽ നമുക്കൊരു പുരോഗതി വരുമ്പോൾ, അതിന്റെ പത്രം ജനകീയമാകുമ്പോൾ, അതിൻ്റെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് വരുമ്പോൾ, അതിൻ്റെ പ്രസ്താവന സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഓരോ വിഷയങ്ങൾ അത് നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ, അതിനനുകൂലമായ കോടതി വിധികളൊക്കെ സമ്പാദിക്കുമ്പോൾ, ആ സമസ്തയുടെ ഇടപെടലുകൾ ഓരോന്നോരോന്നായിട്ട് സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, സമസ്തക്ക് കൂടുതൽ സ്വീകാര്യത നേടുമ്പോൾ, സമസ്തയെ തകർക്കാൻ, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, സമസ്തയിൽ ഛിദ്രശക്തികളെ കടത്തിവിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ദുർബലമാക്കാൻ ആര് ശ്രമിച്ചാലും അവരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയുക, അത് ബോധ്യമാവുക. ആരെയും എതിർക്കാനല്ല, ആരെയും തകർക്കാനല്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുലമയെ തൊട്ടാൽ, സമസ്ത കേരള ജമിയത്തുലമയുടെ പുരോഗതിയുടെ വഴിയിൽ തടസ്സം നിന്നാൽ, സമസ്ത കേരള ജമിയത്തുലമ സത്യസന്ധമായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയ വഴികളിലൂടെ അഭംഗുരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ വന്നാൽ അത്തരം ആളുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഈ പ്രസ്ഥാനം ശക്തമാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് ഒരു ഭീഷണിയല്ല, മോശമായ സംസാരമാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും ഇല്ലായ്മ ചെയ്യാനും മോശമായി ചിത്രീകരിക്കാനും പല ആളുകളും ശ്രമിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ വോയിസ് ഇടുകയാണ്. എന്താണ് ആ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത്രയോ ഒരു മനോഹരമായ മസ്ലഹത്തിന്റെയും രഞ്ജിപ്പിന്റെയും ഇങ്ങനത്തെ ഒരു അപ്പോസ്തലം വേറെ നമ്മളെ മഹലിൽ ഉണ്ടാവില്ല. തഹിയയുടെ പിരിവ് ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ആരാ പ്രശ്നം ഉണ്ടാക്കണത്? ഉസ്താദിനോട് പറയാൻ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പറയണ്ട, തൊട്ടടുത്ത വെള്ളിയാഴ്ച പറയാം, ഞാൻ അതിന് മുമ്പ് നിങ്ങളൊന്ന് വിളിക്കാം. പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ട് നമുക്ക് പിരിവ് നടത്താം. സമസ്ത എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്നിട്ട് ആര് ചെന്നാലും പറയാനുള്ളതാണ് പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ടാവാം.
സമസ്തയുടെ ലക്ഷ്യം മദ്രസയുടെ എണ്ണം കൂട്ടലല്ല, സമസ്തയുടെ ലക്ഷ്യം ദർസുകളുടെ എണ്ണം കൂട്ടലല്ല. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇതാ ഇത്ര കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടലല്ല. പഠിക്കുന്ന കുട്ടികൾ അത് അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയിൽ വിശ്വാസമർപ്പിച്ച രക്ഷിതാക്കളുടെ മക്കളാണ്. ആ രക്ഷിതാക്കളും മക്കളും ആഗ്രഹിക്കുന്ന എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് എന്റെ കുട്ടി പഠിച്ചു വളരണം. ആ ആദർശബോധമുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല, ആദർശബോധമുള്ള ഒരു കുടുംബ സംവിധാനത്തിലേക്ക്, ഒരു സാമൂഹ്യ സംവിധാനത്തിലേക്കാണ് ആ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് എല്ലാ മദ്രസകളും ഒരുപോലെയല്ല, എല്ലാ അറബിക് കോളേജുകളും ഒരുപോലെയല്ല, എല്ലാ മതവിദ്യാഭ്യാസവും ഒരുപോലെയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന മതവിദ്യാഭ്യാസം അത് സമസ്തയുടെ മതവിദ്യാഭ്യാസം, അത് വേറിട്ട മതവിദ്യാഭ്യാസമാണ്. ആ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിദഈ പ്രസ്ഥാനക്കാരന്റെ ആളുകൾ വന്നിട്ട് ക്ലാസ് എടുക്കൂല. ഈ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോ വേറെ ബിദഈ സ്ഥാപനങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്നവരോ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരല്ല. അത്തരത്തിലുള്ളൊരു ബാർട്ടർ സംവിധാനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ രീതിയിലില്ല. കാരണം എന്താണ്? അത് അതിന്റെ സാങ്കേതികമായ സംവിധാനങ്ങളെക്കാൾ അപ്പുറം അത് ആദർശാധിഷ്ഠിതമാണ്. ആ ആദർശാധിഷ്ഠിതമായിട്ട് വിദ്യാഭ്യാസ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഗുണഫലമാണ് ഈ 100 വർഷം തികയുമ്പോഴും അഭിമാനബോധത്തോടുകൂടി അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന വിശുദ്ധമായ ആദർശത്തിൽ അഭിമാനം കൊള്ളുന്ന മഹാഭൂരിപക്ഷമായി ഇന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ നിലനിൽക്കാൻ കാരണം. അത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഇവിടെ ആവിഷ്കരിച്ചതുകൊണ്ടാണ്. ആ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് ആ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്, അതിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള താല്പര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണഘടനാപരമായി ആ സംഘടനയുടെ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ, ആ സംവിധാനം അതിന്റെ ഭരണഘടനാനുസൃതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ വഴിയിൽ തടസ്സം നിൽക്കാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും അതിൽ ഇടങ്കോലിട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും സമൂഹത്തിൽ അടുത്ത കാലത്തായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ന്യായമാണോ എന്ന് നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇത് ന്യായമാണോ, ഇത് നീതീകരിക്കപ്പെടാവുന്നതാണോ, ഇത് അംഗീകരിക്കപ്പെടാവുന്നതാണോ എന്ന് നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു നാട്ടിൽ മദ്രസ പണിയുന്നുണ്ട്. ആ നാട്ടിൽ ഏതോ ഒരു ഹാജിയാർ 10 സെന്റ് സ്ഥലം കൊടുത്തു, നിങ്ങൾ മദ്രസ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ 10 സെന്റ് സ്ഥലം തരാം. അദ്ദേഹം സ്ഥലം കൊടുത്തു, നാട്ടുകാർ പണത്തിന്റെ പിരിവെടുത്തു, മദ്രസ കെട്ടിടമുണ്ടാക്കി. ഉദ്ഘാടനമാകുമ്പോഴേക്ക് ഇതാ മദ്രസ തുടങ്ങാനായി അവർ യോഗം കൂടിയാലോചന നടത്തിയിട്ട് അവർ തീരുമാനിക്കുകയാണ്, നമ്മളിവിടെ മദ്രസ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. എവിടെയെങ്കിലും മദ്രസയുടെ നിർമ്മാണം നടക്കുന്നു എന്ന് കേട്ടപ്പോഴേക്ക് മുഫദ്ദിസ് വന്ന് പറഞ്ഞതല്ല, നിങ്ങൾ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവിടെ സമസ്തയുടെ സിലബസ് ആരംഭിക്കണമെന്ന് മുഫദ്ദിസ് വന്ന് പറഞ്ഞതല്ല. ആ നാട്ടുകാർ സ്വയം തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ദീൻ പഠിക്കേണ്ടത് അത് സമസ്തയുടെ സംവിധാനം അനുസരിച്ചാണ്. കുട്ടികളെ ചേർക്കുന്ന പല മദ്രസാ സംവിധാനം ഉണ്ടാകുമ്പോഴും കുട്ടികളെ സമസ്തയുടെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കാൻ താല്പര്യപ്പെടുന്നത് എന്താണ്? എന്റെ മകൻ സമസ്ത വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മദ്രസാ വിദ്യാഭ്യാസം നേടണം എന്ന താല്പര്യം കൊണ്ടാണ്. ഈ സ്ഥാപനങ്ങൾക്ക് ആളുകൾ സംഭാവന നൽകുന്നത് എന്തുകൊണ്ടാണ്? അത് സമസ്തയുടെ സ്ഥാപനമാണ്, അത് സമസ്തയുടെ സംവിധാനമാണ്, അത് സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അച്ചടക്ക ബോധമുള്ള ഒരു തലമുറയാണ് അവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ വക ഇത്ര സംഭാവന. ഏത് സ്ഥാപനത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും ഈ ആദർശപരമായ ബന്ധവും ബോധവും ഉണ്ട്. അത്തരമൊരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ആ സംവിധാനത്തെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി വളക്കാനും തിരിക്കാനും ആരെങ്കിലും രംഗത്ത് വരുമ്പോ ആ വളക്കാനും തിരിക്കാനും രംഗത്ത് വരുന്നവരുടെ കൂടെ നിൽക്കുന്നത് അത് സമസ്തക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. അത് സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്ത വിഭാവന ചെയ്യുന്ന ആദർശത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ ഉണ്ടാകുന്ന പ്രവർത്തനമല്ല. അത് തിരിച്ചറിയാനും അത്തരം സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളും സാദാത്തുക്കളും ഈ പണ്ഡിത പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർ ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവരുണ്ടായിട്ടില്ല.
വയനാട് ജില്ലയിൽ സംസാരിക്കാതുകൊണ്ട് ഇവിടെ തന്നെ നടന്ന ഒരു ഉദാഹരണം ഞാൻ ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള മുട്ടിൽ ഓർഫനേജിന്റെ ഒരു ജനറൽ ബോഡി യോഗം നടക്കുന്ന സമയം മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഇവിടുത്തെ കാളിയായിരുന്ന സമയം, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, ജനബോഡിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനബോഡിയിൽ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു, സുന്നികളല്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആ ചോദിക്കാനുള്ള ഒരു ധൈര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സ്ഥാപനത്തിന്റെ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. അവിടുത്തെ കാലി കൂടിയായിട്ടുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സുന്നികളല്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ചില ആളുകളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. രണ്ടുപേർ മനസ്സില്ലാ മനസ്സോടെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകണം, നിങ്ങൾ പുറത്തു പോകണം. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ വഫാത്ത് വരെ അവർ പിന്നെ ആ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ ആ അംഗത്വത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ നിലനിർത്തുന്നിടത്തും സംരക്ഷിക്കുന്നിടത്തും ഒക്കെ നമ്മുടെ ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ അത്തരം കണിശമായ സമീപനം സ്വീകരിക്കേണ്ട താല്പര്യം എന്താണ്? സംഘടനാ സങ്കുചിതത്വമാണോ? അവരെ മനസ്സിടുങ്ങിയതായത് കൊണ്ടാണോ? അവരങ്ങനെ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടുണ്ടായത് കൊണ്ടാണോ? അതിനേക്കാളും എല്ലാം അപ്പുറം ഒരു മഹല്ലാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും ഒരു മദ്രസയാണെങ്കിലും ഒരു ദീനീ സംരംഭമാണെങ്കിലും ഒക്കെ അത് വളർന്നു വരുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണമെന്ന് താല്പര്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും കണിശവും ധീരവുമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ കാരണം. ഈ ഒരു വിദ്യാഭ്യാസ രീതി ഇന്നും അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കാൻ കാരണം ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത്തരമൊരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ടും ആ കാഴ്ചപ്പാടായതുകൊണ്ട് സമൂഹം അത് ഒന്നാകെ സ്വീകരിച്ചതിൻ്റെയും ഗുണഫലമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിലേക്ക് വളർന്നു വരാൻ സാധിച്ചു നമുക്ക്. മാത്രമല്ല, സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിന്ന് കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, മലയാളി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ പോലുമല്ല, ലോകത്തുടനീളം അതിന് വലിയ ഒരു പ്രചാരം നേടിക്കഴിഞ്ഞു. ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ചൊരു സംവിധാനമാണ് സമസ്തയുടെ ലേണിംഗ് സംവിധാനം, ഓൺലൈനിൽ മദ്രസ പഠിക്കാനുള്ള സംവിധാനം. 2 വർഷം മുമ്പ് മാത്രമാണ് ആരംഭിച്ചത്. അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ, ഫിസിക്കലായി കുട്ടികൾക്ക് പോയി പഠിക്കാൻ സൗകര്യമുള്ള മദ്രസകളുള്ള പ്രദേശങ്ങളിൽ സമസ്ത ലേണിംഗിന് രജിസ്ട്രേഷൻ കൊടുക്കില്ല. അവർ ആ മദ്രസയിൽ തന്നെ പോയി പഠിച്ചോളണം. സമസ്തയുടെ മദ്രസകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ, അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സമസ്തയുടെ ലേണിംഗ് മദ്രസയിൽ ചേർന്നുകൊണ്ട് പഠിക്കാം. അത് മുതിർന്നവർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, വ്യത്യസ്തമായ സിലബസുകളുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഇന്ന് വരെ കേരളം സന്ദർശിക്കാത്ത, ഇന്ത്യ സന്ദർശിക്കാത്ത, മലയാള ഭാഷ സംസാരിക്കാൻ അറിയാത്ത ലോകത്തുള്ള 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന് സമസ്ത ലേണിംഗ് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഒരു അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്ത ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഒരുപാട് സ്റ്റുഡിയോകൾ. ഓരോ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ തദ്ദേശീയമായ ഭാഷയിൽ അവരുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ സിലബസുകളിലൂടെ സമസ്തയുടെ മദ്രസ പഠനം, മദ്രസ അധ്യാപനം ഓൺലൈനിലൂടെ നടത്തുന്ന സ്റ്റുഡിയോകൾ അവിടെ കാണാൻ പറ്റും. രാപ്പകൽ ഭേദമന്യേ ഓരോ രാജ്യത്തെ സമയത്തിന് ക്രമീകരിച്ചുകൊണ്ട് 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന് സമസ്തയുടെ ലേണിംഗ് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെക്കുറിച്ച് എന്താ പറയാറുള്ളത്? നമ്മൾ നേരം വെളുക്കാത്ത ആൾക്കാർ, ലോകം തിരിയാത്ത ആൾക്കാർ, ഇപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത ആൾക്കാർ, വിദ്യാഭ്യാസത്തിന് എതിരായി നിൽക്കുന്ന ആളുകൾ, ഇതാണല്ലോ പറയാറുള്ളത്. പക്ഷേ ലോകത്തെ 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മദ്രസാ സംവിധാനം, ഓൺലൈൻ മദ്രസാ സംവിധാനങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസാ സംവിധാനം, മലയാളി കുട്ടികളല്ല, ഇവിടുന്ന് അങ്ങോട്ട് ജോലിക്ക് പോയവരുടെ മക്കൾ പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ നാട്ടിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, അവരുടെ മക്കൾ അവരുടെ ഭാഷയിൽ
കോഴിക്കോട്ട് നിന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സംവിധാനം 30 രാജ്യങ്ങളിലേക്ക് അത് പടർന്നു പന്തലിച്ചു. അതും കേവലം 2 വർഷം കൊണ്ട് സമസ്തയുടെ മദ്രസ സംവിധാനത്തിന് സ്വീകാര്യതയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ ലോകത്തെ വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്ന, ദീനി വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്ന മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ സ്വീകരിക്കുന്നു എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും വലിയൊരു സംവിധാനം 100 വർഷം തികയുമ്പോഴേക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഇത്രയും വലിയൊരു മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ അപ്പൊ പിന്നെ തഹിയേന്റെ ഫണ്ട് വേണം എന്ന് പറയുമ്പോൾ അസൂയാലുക്കൾ സ്വാഭാവികമാണ്. അസൂയാലുക്കൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. കാരണം ഇത് ഒരു പ്രസ്ഥാനത്തിനും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്വപ്നം കണ്ടാൽ പോരല്ലോ, സ്വപ്ന പദ്ധതിയായി കൊണ്ടു നടന്നാൽ പോരല്ലോ. സ്വപ്ന പദ്ധതി മാത്രമല്ല, ഇത് യാഥാർത്ഥ്യമാവുകയാണ്. യാഥാർത്ഥ്യമാവുക മാത്രമല്ല, അതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് കാണാനും അനുഭവിക്കാനും സമൂഹം തുടങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തയോട് അസൂയുണ്ടാകും, സമസ്തയോട് ശത്രുതയുണ്ടാകും, സമസ്തയുടെ പദ്ധതികളെയും മറ്റുമൊക്കെ വികൃതമായിട്ട് ചിത്രീകരിക്കാൻ ആളുകളുണ്ടാകും. അത് അതിന്റെ വഴിയേ പോകും. പക്ഷെ നമ്മൾ ഈ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ഈ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പലപ്പോഴും സമസ്തകാല ജമിയത്തുലമ നിയമ പോരാട്ടങ്ങളിലൂടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കോടതിയുണ്ട്, ആർക്കും കോടതിയിൽ പോകാം, ആർക്കും ഹർജി കൊടുക്കാം, ആർക്കും നിയമ പോരാട്ടം നടത്താം, വിജയിക്കാം, പരാജയപ്പെടാം, സ്വാഭാവികമാണ്. പക്ഷെ പല നിർണായകമായ ഘട്ടങ്ങളിൽ സമസ്തകാല ജമിയത്തുലമയുടെ ആ ഇടപെടലുകൾക്ക് സമാനമായി ഇടപെടാനോ പ്രവർത്തിക്കാനോ വിജയിക്കാനോ മറ്റു പലർക്കും സാധ്യമായില്ല. കാരണം അത്രയും വലിയ ചില മൂവ്മെന്റുകൾക്ക് സമസ്തകാല ജമിയത്തുലമക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. ഏകദേശം 2016 മറ്റോ നമുക്കറിയാം, നമ്മുടെ പല സംസ്ഥാനത്തുള്ള പല ഓർഫനേജുകളിലും പോലീസ് കയറി ഞെരങ്ങി വലിയ പീഡനങ്ങളും വലിയ ടോർച്ചറിങ്ങും നടത്തിയൊരു കാലം. ഇവിടെ JJ ആക്ട് കൊണ്ടുവന്നു. ഇവിടെ യതീംഖാനകൾ നടക്കണമെങ്കിൽ, അനാഥശാലകൾ നടത്തണമെങ്കിൽ അത് JJ ആക്ട് അനുസരിച്ച് നടപ്പാക്കണം. അല്ലെങ്കിൽ ആ സ്ഥാപന മേധാവികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അവർക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ യതീംഖാനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിനെ ആകെ ഭീതിപ്പെടുത്തിയൊരു കാലം. ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഷൊർണൂരിൽ വെച്ചുകൊണ്ട് കുറച്ച് കുട്ടികളെ കുട്ടിക്കടത്ത് എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് വലിയ ആക്ഷേപിച്ച കാലം. എല്ലാ യതീംഖാന ഭാരവാഹികളും ഭയപ്പെട്ട് നിൽക്കുന്ന സമയം. അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമമായിരുന്നു, സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ നിർബന്ധിതരായി. അതിനെ മറികടക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഒരുപാട് പരിമിതികളുണ്ടായി. അത്തരം ഒരു ഘട്ടം വന്നപ്പോ സമസ്തകാല ജമിയത്തുലമ തീരുമാനിച്ചു, ഇവിടെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അനാഥശാല നടത്തുന്നത്? JJ ആക്ട് അനുസരിച്ചുകൊണ്ട് അവര് പറയുന്ന നിബന്ധനകൾക്കനുസരിച്ച് ഒരിക്കലും ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാട്ടുകാരെന്ന് പിരിവെടുത്തുകൊണ്ട്, വരിസംഖ്യ പിരിച്ചുകൊണ്ട്, അനാഥ മക്കൾക്ക് പലരും ഓഫർ ചെയ്യപ്പെടുന്ന ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഈ അനാഥശാലകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ അനാഥശാലകളെ അടച്ചുപൂട്ടാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ സമയത്ത് സമസ്തകാല ജമിയത്തുലമ പറഞ്ഞു, സമസ്ത ഈ അനാഥശാലകൾ ഇക്കാലം അത്രയും ഏത് രീതിയിലാണോ നടന്നു പോയത് അതേപോലെ നടന്നു പോകാൻ ആവശ്യമായ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ, നിയമപരമായ പരിരക്ഷ കിട്ടാൻ വേണ്ടി സമസ്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ സമസ്തയുടെ കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ സമസ്തയെ പരിഹസിച്ച് തള്ളി. വലിയ വലിയ ഓർഫനേജ് നടത്തുന്ന ആൾക്കാരൊക്കെ ഈ മൗലവിമാർക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പരിഹസിച്ച് തള്ളി. സമസ്ത പറഞ്ഞുതാ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുപാട് യതീംഖാനകളുടെ ഭാരവാഹികൾ സമസ്ത ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ വരിക്കുകയാണ്, ഞങ്ങളെ ഈ പേരിൽ ചേർക്കണം, ഞങ്ങളെ പേരിൽ ചേർക്കണം. അവസാനം സമസ്ത കേരള ജമിയത്തുലമ അതിന് ലീഗൽ സെല്ലുണ്ടാക്കി. ആ ലീഗൽ സെല്ല് ഒരു കൃത്യമായ ഫോർമാറ്റ് തയ്യാറാക്കി. ഈ കേസിൽ കക്ഷി ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഫോർമാറ്റിന് ആവശ്യമായിട്ട് മുഴുവൻ ഡോക്യുമെന്റ്സുകളും ഹാജരാക്കിയാൽ നിങ്ങളെയും ചേർത്ത് സമസ്തയുടെ നിയമ പോരാട്ടത്തിൽ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞു. ആ നിബന്ധന അനുസരിച്ചുകൊണ്ട് 135 ഓർഫനേജുകൾ സമസ്തയുടെ കൂടെ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആ നിയമ പോരാട്ടത്തിൽ പങ്കാളികളായി. 135 ഓർഫനേജുകൾ കേരളത്തിലുള്ള. ഒരു കൂട്ടർക്ക് ആ സമസ്തയെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സുകൾ, അതിന്റെ രേഖകൾ യഥാസമയത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വേറെ കൂട്ടർ പറഞ്ഞു, വെറുതെ സുപ്രീം കോടതി പോയിട്ട് വഷളാകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇത്, സമസ്തക്കാർക്കൊന്നും ഇതിന് കഴിയും, ഇതിനേക്കാണ് വലിയ കേസുകളും മറ്റൊക്കെ നടത്തി പരിചയമുള്ളവരാണ് നമ്മൾ.
എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ മാറി നിന്നു. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ 135 യതീംഖാനകൾക്ക് വേണ്ടിയിട്ട് കപിൽ സിബൽ പോലെയുള്ള വൻകിട അഭിഭാഷകരെ സമസ്ത തന്നെ രംഗത്തിറക്കി. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് വലിയൊരു നിയമ പോരാട്ടത്തിന്റെ അന്തിമ വിധിയായിട്ട് വന്നത് ഈ പറയപ്പെട്ട സമസ്ത കൊടുത്ത 135 ഓർഫനേജുകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന തീർപ്പാണ് സുപ്രീം കോടതിയിൽ ലഭ്യമായത്. ആ വിധി വന്നപ്പോൾ പിന്നെ കുറെ ഓർഫനേജുകൾ പറഞ്ഞു ഞങ്ങളെയും കൂട്ടണം. ആ ബസ് പോയി എന്ന് പറഞ്ഞു. ഇന്നും 135 ഓർഫനേജുകൾ ഈ JJ ആക്ട് ബാധകമല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് ആ യതീംഖാനകൾ മനോഹരമായി പ്രവർത്തിച്ചിരുന്നത്, അതേപോലെ ആ 135 യതീംഖാനകൾ മനോഹരമായി പ്രവർത്തിക്കാനുള്ള നിമിത്തം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നിയമ പോരാട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നിർണായകമായ പല ഘട്ടങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുലമ വിദ്യാഭ്യാസ രംഗത്തെന്ന പോലെ ഇതുപോലുള്ള നിയമ പോരാട്ട രംഗത്തും ഇടപെട്ടിട്ടുണ്ട്. ഹിജാബിന്റെ വിവാദം വന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഈ ഹിജാബ് വിവാദത്തിൽ ഭാഗികമായൊരു വിധിയെങ്കിലും വന്നത് കർണാടക ഹൈക്കോടതി നടത്തിയിട്ടുള്ള വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോയതാണ്. ആ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് നല്ലൊരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് ആ ഹർജി ഫയൽ ചെയ്ത സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. നമ്മൾ പിന്നെ ഇത് വെച്ചിട്ട് എവിടെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രചരണം നടത്താനും ഇല്ലാത്തതുകൊണ്ട് ഇതാരും എവിടെയും പറയാറുമില്ല, പ്രസംഗിക്കാറില്ല, എഴുതാറുമില്ല. പക്ഷെ ഇത് പഠിച്ചു നോക്കുന്ന സമയത്ത് ഈ 100 വർഷക്കാലത്തിനിടയിൽ സമുദായത്തെ നേരിട്ട വിവിധങ്ങളായ പ്രശ്നങ്ങളും മറ്റൊക്കെ വന്ന ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ നടത്തിയിട്ടുള്ള വലിയ വലിയ പോരാട്ടങ്ങൾ അതൊരിക്കലും ചെറുതായിട്ട് കാണാൻ കഴിയില്ല. സമുദായത്തിന് ആവശ്യമുള്ള ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഇടപെടലുകൾ ഈ സമുദായത്തിന് വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. വർഗീയത ഒരു കൊടും ഭീഷണിയായിട്ട് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. മതവിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെറുപ്പ് ഉൽപാദനമൊക്കെ ആരംഭിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ സമുദായത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ കടന്നു വന്നു. കേരളത്തിലെ ഓരോ മതസംഘടനകളെയും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് കടന്നു വന്നപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പല സംഘടനകളുടെയും നിലപാട്? എന്നാൽ അത്തരം പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്ന അതിന്റെ 1-ാം തീയതി തന്നെ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് മുസ്ലിം സമുദായത്തിന് ബന്ധമില്ല, നമ്മുടെ ചെറുപ്പക്കാർ അങ്ങോട്ട് പോകാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല എന്ന് ആദ്യത്തെ വെടിപൊട്ടിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. മുസ്ലിം സമുദായത്തിനകത്ത് അത്തരത്തിലുള്ള അപകടകരമായ ഒരു പ്രവണത വളർന്നു വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ വലിയ പങ്കുവഹിച്ചു. ഏത് സംഘടനകളുടെ പേരൊന്നും പറയേണ്ടതില്ല, പേര് മാറ്റി വന്നിട്ട് പോലും അതിന്റെ അപകടാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അത്തരം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ഏകകണ്ഠമായ അഭിപ്രായ സ്വരൂപണത്തിലേക്ക് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളെയും എത്തിച്ചതിൽ വലിയ പങ്കുവഹിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് ഇതുപോലുള്ള വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ കൃത്യമായിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചു കൊടുത്തു. വലിയ വലിയ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കടന്നു വന്നപ്പോഴെല്ലാം ഈ രീതിയിലുള്ള കൃത്യമായ ഒരു സമീപനം സമസ്ത കേരള ജംഇയ്യത്തുലമ സ്വീകരിച്ചു. ബിദായി പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കള്ളത്തൊരീക്കത്തുകാരുടെ കാര്യത്തിലാണെങ്കിലും വ്യാജ സിദ്ധന്മാർ കടന്നു വന്നപ്പോഴും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്തമായ സംഘടനകൾ കടന്നു വന്നപ്പോഴൊക്കെ എന്താണ് ഇവിടുത്തെ പൊതുസമൂഹം കാതോർക്കുന്നത്? ഈ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്തു പറയുന്നു? ഒരു പുതിയ ത്വരീഖത്ത് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഈ കാര്യത്തിൽ സമസ്ത തീരുമാനമെടുത്തിട്ടുണ്ടോ ഇല്ലയോ? ആ സംഘടനയെ കുറിച്ച് സമസ്ത എന്താ പറഞ്ഞത്? ഇതല്ലേ ചോദിക്കാറുള്ളത്. സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്ക്. സമസ്ത തള്ളിപ്പറഞ്ഞ സംഘടനകൾ, തള്ളിപ്പറഞ്ഞ വ്യക്തികൾ, തള്ളിപ്പറഞ്ഞ ആശയങ്ങൾ, സമസ്ത പിൻപറ്റരുത് എന്ന് പറഞ്ഞ പട്ടികയിലുള്ള ആളുകൾ, അത് നോക്കുമ്പോൾ ഒരുപാട് ആ പട്ടികയിൽ ആളുകളെ കാണാൻ പറ്റും. അത് മാത്രം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തോന്നും എന്താ സമസ്തക്ക് ഇതാ പണി, ഇടക്കിടക്ക് ഇങ്ങനെ അവർ ശരിയല്ല, അവർ പിഴച്ചവരാണ്, അവരെ പിൻപറ്റാൻ പാടില്ല, അവരെ പിന്തുണക്കാൻ പാടില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അവരെ സഹായിക്കാൻ പാടില്ല
ഇതിങ്ങനെ ഇടക്കിടക്ക് സമസ്ത പറഞ്ഞായിട്ട് കാണാൻ പറ്റും. അപ്പൊ സമസ്ത ഇങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന സംഘടനയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഈ 100 കൊല്ലത്തിനിടയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ആശയങ്ങളെയും ഒക്കെ ഈ സമസ്ത തള്ളി പറഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സമസ്ത കേരള ജമിയത്തിനെ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഭാഗമാണ്. എന്താ കാരണം? പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് ഗുണകരമല്ലാത്ത, അപകടം ജനിപ്പിക്കുന്ന, വിശ്വാസികളെ വഴിപഴപ്പിക്കുന്ന ഏത് പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം കാലത്ത് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുലമ ഖണ്ഡിതമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ സമൂഹം അംഗീകരിച്ചു, അതിനെ സമൂഹം സ്വീകരിച്ചു. ഒരു കള്ളത്തൊരീക്കത്ത് വന്നു, ആ നാട്ടിലെ ജനങ്ങളൊക്കെ കൂടെ സമസ്ത കേരള ജമിയത്തുലമക്ക് പരാതി കൊടുത്തതാ, ഞങ്ങളെ നാട്ടിൽ പുതിയൊരു ദിക്റായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാഴ്ചയിൽ വലിയ നിസ്കാരക്കാരാണ്, ദിക്റില്ലിക്കൊണ്ടിരിക്കുന്നത്, മൗലൂദ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല രീതിയിൽ വലിയ ആത്മീയമായ പ്രഭാവം കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സമസ്ത മുഷാവറയിൽ ചർച്ച ചെയ്തു. ആ കത്ത് ചർച്ച ചെയ്തിട്ട് സമസ്ത മുഷാവറ അത് സംബന്ധമായി പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി അത് സംബന്ധമായി വിശദമായ പഠനം നടത്തിയിട്ട് തൊട്ടടുത്ത മറ്റൊരു മുഷാവറയിൽ ആ സമിതി അവരുടെ പഠന റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞങ്ങളെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലും പഠനത്തിലും ഞങ്ങൾക്ക് മുമ്പിൽ ഹാജരായ സാക്ഷികളിൽ നിന്ന് കിട്ടിയ വിവരമൊക്കെ അനുസരിച്ചുകൊണ്ട് ഇത് ഒരു കള്ളത്തൊരീക്കത്താണ്, ഇവർ വ്യാജന്മാരാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണപ്രകാരം ഇവർ അംഗീകരിക്കാൻ പറ്റില്ല, ഇവർ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണ്, ഇതാണ് ഞങ്ങൾക്കറിഞ്ഞ ഞങ്ങളുടെ ബോധ്യം. ആ റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കുന്നു. മുഷാവറയിലെ മഹാന്മാരായ പണ്ഡിതന്മാർ മുടിനാരിഴകേറിക്കൊണ്ട് മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ഏകകണ്ഠമായിട്ട് ആ മുഷാവറ തീരുമാനിക്കുകയാണ്, ഇതൊരു പിഴച്ച തൊരീക്കത്താണ്, മുസ്ലിം സമുദായം അതുമായി ബന്ധപ്പെടരുത് എന്ന് നമ്മളെ മുഷാവറ ഇവിടെ ഐക്യകണ്ഠേന തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മുഷാവറ ആ തീരുമാനം അവിടെ മിനിറ്റ്സിൽ എഴുതാൻ സമയത്ത് മുഷാവറയുടെ അധ്യക്ഷൻ എഴുന്നേറ്റെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്നാലിന്റെ മഹലിൽ നിന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു തുരീക്കത്തിനെ കുറിച്ച് തീരുമാനം അറിയിക്കാൻ വേണ്ടി നമ്മുടെ മുഷാവറക്ക് ഒരു കത്ത് ലഭിച്ചു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു. ആ സമിതി അത് പഠിച്ച് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് നമ്മളെല്ലാവരും കേട്ടു, നമ്മളതിന്റെ സംശയ നിവാരണം നടത്തി വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇപ്പൊ നമ്മളെല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു, അത് ഒരു പിഴച്ച ത്വരീക്കത്താണ് എന്ന് നമ്മളവിടെ തീരുമാനിക്കാൻ വേണ്ടി പോവാണ്. മുസ്ലിം സമുദായത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ പിഴച്ചവരാണ് എന്ന് സമസ്ത കേരള ജമിയത്തിനും പ്രഖ്യാപിച്ചാൽ സമസ്തയെ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് പിഴച്ചതാണ് എന്ന് വിശ്വസിക്കും, തീരുമാനിക്കും. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, അത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്, പിൻപറ്റാവുന്നതാണ് എന്ന് സമസ്തയുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതിനനുകൂലമായ സമീപനം സ്വീകരിക്കും. അപ്പൊ നിർണായകമായ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ തീരുമാനമെടുത്തതിന്റെ പേരിൽ നമ്മളിൽപ്പെട്ട ആരെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് 3 തവണ സദസ്സിനോട് ആവർത്തിച്ച് ചോദിച്ച് 3 തവണയും ഐക്യകണ്ഠേന നമുക്കെല്ലാവർക്കും പ്രാമാണികമായി ബോധ്യമെന്ന കാര്യമാണ് ഇവിടെ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് മുഷാവറ ഐക്യകണ്ഠേന സമ്മതിച്ചതിന് ശേഷമാണ് മുഷാവറയുടെ മിനിറ്റ്സിൽ ആ തീരുമാനം എഴുതാൻ അനുമതി കൊടുക്കുന്നത്. ഇതാണ് സമസ്തയുടെ തീരുമാനത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, 1926 മുതൽ ഈ നിമിഷം വരെ സമസ്ത ദീനിയായ വിഷയത്തിൽ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്ത് പിൻവലിക്കേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ഇന്നും ആരോപണം ഉന്നയിക്കാൻ അവസരമില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് പ്രാമാണികമായി സൂക്ഷ്മതയോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് സമസ്ത അത്തരം തീരുമാനം എടുക്കാറുള്ളത്. ആ സമസ്തയാണ് പറഞ്ഞത്, ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ അകന്നു നിൽക്കണം, അമിതമായ സമ്പർക്കം വേണ്ട, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മഹാനായ നാട്ടു ഉസ്താദ് പറയാറുണ്ട്, ആരോഗ്യമുള്ള ശരീരത്തേക്കാണ് രോഗം പടരുക. രോഗിയുടെ ശരീരത്തിലേക്ക് പിന്നെ പടരേണ്ട ആവശ്യമില്ല, ഓൾറെഡി രോഗിയാണ്. പക്ഷെ ആരോഗ്യമുള്ള ആളിലേക്കാണ് രോഗം പടരുക. അതുകൊണ്ട് എന്ത് വേണം? കോവിഡ് കാലത്ത് ചെയ്ത പോലെ സോഷ്യൽ ഡിസ്റ്റൻസ് വളരെ പ്രധാനമാണ്. ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് പരിധി വിട്ട് ഇടപഴകാൻ അവസരമുണ്ടാകുന്ന സാമൂഹ്യ ചുറ്റുപാടുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടും. ഈ സങ്കര സംസ്കാരം രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ വ്യക്തിത്വം തന്നെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പല
മുഖ്യധാരയിൽ ഇടപിടിക്കാൻ കാത്തു നിൽക്കുന്ന ഇന്ന് വരെ അവസരം ലഭ്യമാകാത്ത പല ഞാഞ്ഞൂലുകളായിട്ടുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കയറി വരാൻ അവസരങ്ങളുണ്ടാകും. അങ്ങനെ മുഖ്യധാരയിലേക്ക് കയറി വരാൻ അവസരമില്ലാത്ത പല ആളുകളും ഇന്നൊരു പുതിയ കൂറുമുന്നണി രൂപീകരിച്ചിരിക്കുന്നു. ആ കൂറുമുന്നണിയുടെ താല്പര്യം എന്താണ്? രാജ്യം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രതിസന്ധിയുടെ കാലമാണ്. നമ്മളിപ്പോൾ മഹല്ല് കമ്മിറ്റിയിൽ ഇന്ന ആൾക്കാരെ പാടുള്ളൂ, മദ്രസ കമ്മിറ്റിയിൽ ഇന്ന ആൾക്കാരെ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായിട്ട് എതിർക്കണം, അവരൊക്കെ മഹല്ലിൽ വന്നു കഴിഞ്ഞാൽ അവരെതിർക്കണം എന്ന് പറയുന്ന ആ പഴയ കാലത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, എല്ലാവരും പള്ളി പോകുന്നവരല്ലേ. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശണ്ട കൂടേണ്ടവരല്ല എന്ന നല്ല ഭാഷയിൽ പല ആളുകളും പറയുമ്പോൾ നമുക്കും തോന്നി ശരിയാണല്ലോ. എന്തിനാണ് ഇപ്പോൾ വെറുതെ അങ്ങനെ സമയം കളയേണ്ട? സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞ സമയം കളയേണ്ട സമയമല്ലല്ലോ. അത്തരം ഒരു കാലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാലം ഒരുപാട് പുരോഗമിച്ചില്ലേ. മാത്രമല്ല പുതിയ പുതിയ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ പുതിയ പുതിയ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ഈ അകലം അതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് മുസ്ലിം സമുദായം ഒന്നിച്ച് ഐക്യപ്പെടണം, ആ മുസ്ലിം സമുദായം ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെയാണ്, ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഉപദേശിക്കുന്ന ആളുകൾ. അത്തരം ഉപദേശം നൽകുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു സങ്കര സംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞാൽ സുന്നി മുജാഹിദും ജമാഅത്തും ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉള്ളവനും ഇല്ലാത്തവരും ഒക്കെ യാതൊരു വ്യത്യാസവുമില്ലാതെ അവരെല്ലാവരും പള്ളി ഭരിക്കുന്ന, അവരെല്ലാവരും മദ്രസ കൊണ്ടു നടക്കുന്ന, അവരെല്ലാവരും നേതൃത്വത്തിൽ വരുന്ന, അവരെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ സംവിധാനങ്ങൾ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കപ്പെടുന്ന സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ഒരു ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ വഴിക്ക് പോകേണ്ട കാര്യം ഉണ്ടാവില്ല. അവിടെ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടും. ഈ സങ്കര സംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകും. ആ സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിദഈ പ്രസ്ഥാനക്കാരാണ്. കാരണം ബിദഈ പ്രസ്ഥാനക്കാർ ഒരുപാട് കാലമുണ്ട് ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്കൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് പല വഴികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ സാധിക്കാത്ത ആളുകൾ സമൂഹത്തിനകത്ത് അനാവശ്യമായ വിവാദങ്ങളും വിഭാഗീയതകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാനുള്ള ബിദഈ പ്രസ്ഥാനങ്ങളുടെ ബോധപൂർവമായ ശ്രമത്തിൽ നമ്മുടെ ചില പോഷക സംഘടനകളെപ്പോഴും അത് ദോഷകരമായി ബാധിക്കുന്നു, ദുസ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അപകടകരമായ തലത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ജാഗ്രത പാലിച്ചേ പറ്റൂ. ഇതിനെ തടയിടാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് സംഘടനാപരമായി മഹല്ല് തലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും നടത്തിയിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും. ഇത് പറയുമ്പോൾ അതിനെതിരെ വേറെ കുറെ ചാപ്പ കുത്തിയിട്ട് വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ആശയപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ തുറന്നു പറഞ്ഞിരുന്ന എല്ലാ കാലത്തും ഇതിന് സമാനമായ വിമർശനങ്ങളും ചാപ്പകുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്താണ് നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയകാല രേഖകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുവനീറിന്റെ പ്രവർത്തകർ സമസ്തയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന PV മുഹമ്മദ് മൗലവിയുടെ പേരമകൻ അബ്ദുൽ ജലീൽ എന്നു പേരുള്ള ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ ഇന്ന് കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ സമസ്തയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിന്നൊക്കെ വലിയ രേഖ കിട്ടിക്കഴിഞ്ഞാൽ 100 കൊല്ലം മുമ്പത്തെ രേഖകളാണ് കിട്ടാൻ പോകുന്നത്. അപ്പം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴയ രേഖകളോ അദ്ദേഹത്തിന്റെ കൈവശം സൂക്ഷിച്ച രേഖകളോ കിട്ടി. അതിൽപ്പെട്ട ഒരു രേഖ, ഒരു പിൽക്കാലത്തുള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കത്ത് കിട്ടി, ഒരു നോട്ടീസ്. ആ നോട്ടീസ് മഹാനായ സമസ്തയുടെ 4.5 പതിറ്റാണ്ട് കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുന ഷംസുലുമ ഖദ്ദസുല്ലാഹു സറൂഹുൽ അസീസ് ഷംസുലുമക്കെതിരെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എന്ന മേൽവിലാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസാണ്. ആ നോട്ടീസിലെ വാചകങ്ങൾ ഞാനിവിടെ വായിക്കുന്നില്ല. പക്ഷെ ആ വാചകങ്ങൾക്ക് സമാനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സമസ്ത കേരള ജമിയത്തുലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ചാപ്പകുത്തലുകളും എന്തൊക്കെയാണോ, സമാനമായ വരികൾ
അതിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അതേ വരികൾ. രാഷ്ട്രീയമായ ആരോപണമുണ്ട്, ഏകാധിപതിയാണെന്ന് പറയുന്നുണ്ട്, പല രീതിയിലുള്ള മോശമായ ആ വാക്കുകൾ ഇതുപോലൊരു മഹത്തായ സദസ്സിൽ ഞാൻ ഉദ്ധരിക്കുന്നില്ല. അതിന്റെ കത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടി. ഇന്ന് ജിഫ്രി തങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒളിഞ്ഞും തൊളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് എഴുതാൻ വേണ്ടി പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വകാര്യമായ സംഭാഷണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ സമാനമായ വരികളാണ്. ശംസുലുമക്കെതിരെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ, അന്ന് സോഷ്യൽ മീഡിയ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല, നോട്ടീസ് ഇറക്കാനേ വഴിയുള്ളൂ. കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എന്ന മേൽവിലാസത്തിൽ നോട്ടീസ് ഇറക്കി കോഴിക്കോട് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. ആ നോട്ടീസിന്റെ കോപ്പി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ പ്രസ്ഥാനത്തെ അതിന്റെ ആദർശത്തിൽ അടിയുറപ്പിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും ഏതെല്ലാം കാലത്ത് നടക്കുന്നുണ്ടോ, അതിനെ തടയിടാൻ ശ്രമിക്കുന്ന ആളുകളെ ഏതെല്ലാം ഘട്ടത്തിൽ പ്രതിരോധിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം സമാനമായ പ്രശ്നങ്ങൾ ഈ സംഘടനാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഒരുപക്ഷെ ഇനിയും ഭാവിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെല്ലാം വകതിരിഞ്ഞ് കൃത്യമായി തിരിച്ചറിഞ്ഞ് മാറ്റി തിരുത്തി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതെന്തൊക്കെ പറഞ്ഞാലും ഈ 100 വർഷം തികയ്ക്കുന്ന ഈ ഒരു ഘട്ടം വന്നപ്പോഴേക്ക് അതിന് വലിയൊരു ജനകീയത കൈവന്നിട്ടുണ്ട്, അതിന് വലിയൊരു സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി 12 വർഷമായി സുപ്രഭാതം ദിനപത്രം ഒരു പൊതു പത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ സമുദായത്തിന്റെ പുറത്തുള്ള ആളുകൾ പോലും, സമസ്തയെ അറിയാത്ത, മുസ്ലിം സമുദായത്തെക്കുറിച്ച് അടുത്തറിയാത്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് സമസ്തയുടെ പ്രസ്താവന എവിടെ വരണം, എങ്ങനെ വരണം, ഏത് തോതിൽ വരണം, ഏത് കൊടുക്കണം കൊടുക്കണ്ട എന്നും സമസ്തയല്ല പുറത്തുള്ള ആളുകൾ തീരുമാനിച്ചിരുന്നൊരു കാലം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും വെളിച്ചം കാണാതെ പോയ എത്രയോ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും. അവസാനം നമ്മുടെ ഉസ്താദുമാർ ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കണം, ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും, വിശദീകരിക്കും. അത് കേട്ട ആളുകൾ അവരുടെ മഹല്ലുകളിൽ പോയിട്ട്, സ്ഥാപനങ്ങളിൽ പോയിട്ട്, പൊതുയോഗങ്ങളിൽ പോയിട്ട് പ്രസംഗിച്ചോളണം. വേറെ മാധ്യമ സംവിധാനങ്ങളില്ല. നമ്മൾ വാരികളോ മാസികളോ പുസ്തകങ്ങളോ ഇറക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സർക്കിളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന, വായിക്കപ്പെട്ടിരുന്ന സാഹചര്യം പൊതുസമൂഹത്തിനിടയിലേക്ക് സമസ്ത എന്ന് പറയുന്ന വെളിച്ചം കാണാൻ അവസരമില്ലാതെ പോയിട്ടുള്ള ഏകദേശം 90 വർഷത്തോളം വരുന്ന കാലം. അവിടെയാണ് സുപ്രഭാതം ദിനപത്രം വരുന്നത്. ആ പത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അതിലൂടെ വാർത്തകൾ വരുന്നു, അത് ചർച്ച ചെയ്യപ്പെടുന്നു. അതിനൊരുപാട് വായനക്കാരും വരിക്കാരും ഉണ്ട് എന്നതല്ല പ്രത്യേകത. അതിൽ ഒരു എഡിറ്റോറിയൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുമാധ്യമങ്ങളിൽ അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? സമസ്തയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, സമസ്തയുടെ നയങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മഹാപ്രസ്ഥാനമാണെന്ന തിരിച്ചറിവിലേക്ക് ഈ സംവിധാനം എത്തിച്ചേരുകയാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് വാർത്താ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ആ കാലത്തിനനുസൃതമായി ജനങ്ങൾ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രസിഡന്റും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ലഭിച്ചു. അപ്പൊ ആ പ്രസിഡന്റ് നോക്കിയിട്ട് ഇപ്പൊ ചോദിക്കുകയാണ്, മൂപ്പരിരുന്ന കസാരി തന്നെയല്ലേ കണ്ണിയത്ത് ഉസ്താദ് ഇരുന്നത്? കണ്ണിയത്ത് ഉസ്താദ് മാധ്യമങ്ങളെ കാണാറില്ലായിരുന്നല്ലോ, കണ്ണിയത്ത് ഉസ്താദ് പത്രസമ്മേളനം നടത്താറില്ലായിരുന്നല്ലോ, കണ്ണിയത്ത് ഉസ്താദ് ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കാറുണ്ടായിരുന്നല്ലോ. ആ കാലത്ത് ഈ സാധനം വേണ്ടേ? എന്നാൽ ഉള്ള മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാനും മറ്റൊക്കെ അന്നത്തെ നേതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ പഴയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ, അദ്ദേഹത്തിന്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ വന്നു. അഥവാ MDP ഉണ്ടായ കാലത്ത് MDP രൂപീകരിച്ചപ്പോൾ MDPക്കാർ അവരുടെ ഉപദേശക സമിതിയിൽ ശംസുൽ ഉലമയുടെ പേരെഴുതി. MDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉപദേശക സമിതിയിൽ ശംസുൽ ഉലമയുടെ പേര്. അങ്ങനെ നിങ്ങൾ ഉപദേശക സമിതിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ, അന്ന് ലഭ്യമായ മാധ്യമപ്രവർത്തകർ ശംസുൽ ഉലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, അത്ര നിങ്ങൾ MDPയുടെ ഉപദേശക സമിതിയിലുണ്ടല്ലോ, അത് നിങ്ങൾ അറിഞ്ഞിട്ടാണല്ലോ ആണോന്ന് ചോദിച്ചു. അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, വെറും സുന്നികൾ തന്നെയാണല്ലോ. ശംസുൽ ഉലമ മറുപടി പറഞ്ഞു, ഞാൻ ഏത് ഇബ്ലീസിനെ ഉപദേശിക്കടോ എന്ന് പറഞ്ഞു. ഞാൻ ഏത് ഇബ്ലീസിനെ ഉപദേശിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടി മാധ്യമപ്രവർത്തകൻ തിരിച്ചുപോയി.
അപ്പൊ സ്വാഭാവികമായിട്ടും അതാത് കാലത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാനും അതാത് കാലത്ത് സമസ്തയുടെ പരിചയമായിട്ട് നിൽക്കാനും ഉത്ബോധനങ്ങൾ നടത്താനും പ്രവർത്തിക്കാനും ഒക്കെ അതാത് കാലത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്.